ഇപ്പോൾ ചേച്ചിയുടെ ഇന്റർവ്യൂ എടുക്കുകയാണെങ്കിൽ ചേച്ചി എപ്പോഴും പറയുന്നത് എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവരും അങ്ങനെയല്ല, നമ്മൾ സന്തോഷമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് നമ്മളതാണ് ചെയ്യുക, തുടങ്ങുമ്പോ അങ്ങനെയാണ്. പിന്നെ കഥ ഇന്ന് വരെ എന്താണ് സന്തോഷം തരുന്നത്? എന്ത് സന്തോഷമാണ് തരുന്നത്? സിനിമ കണ്ടിട്ട് നിഖിലോട് ഇപ്പുറത്തിരുന്ന് ഞങ്ങളൊക്കെ ഇത്രയും നാളും ഭയങ്കര എന്താ ബഹുമാനത്തോടെ കണ്ടുകൊണ്ടിരുന്ന ചേച്ചി തഗ് ഇത് കണ്ടേജിയസ് ആണ് ചേച്ചി ഞാനിവിടെ കരഞ്ഞിട്ടിരിക്കുമ്പോ ഒരാള് ചിരിച്ചിട്ടിരിക്കുകയാണ്. പറ ചേച്ചിക്ക് ഈ സിനിമ എന്ത് സന്തോഷമാണ് തരുന്നത് കഥ ഇന്ന് വരെ? ഇപ്പൊ തൽക്കാലം അതിന് റിലീസ് ആവാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷമാണ്. റിലീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാം. ഇന്ന് എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ഇന്നലത്തെ ഒരു ഇന്റർവ്യൂവിന്റെ വീഡിയോ വൈറലാണ്. ഇന്റർവ്യൂ ഏതാന്ന് ഞാൻ പറയുന്നത്, വേറെ ചാനലല്ലേ. ബിജു മേനോനോട് ചോദിക്കണം എന്നെ ഓർമ്മയുണ്ടോ എന്നുള്ളത്. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? ചേട്ടൻ അങ്ങനെയല്ലേ, നമുക്ക് അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു വേൾഡിലാണല്ലോ. പിന്നെ അങ്ങനെ നമുക്ക് ഒരു ബിറ്റ്വീൻ ഷോർട്സ് ഒന്നും ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ ബേസിക്കലി ഷോർട്സിനിടയിലൊക്കെ ഡ്രസ്സ് മാറ്റുകയും ഭയങ്കര വർക്കിംഗ് ആയിരുന്നു. നമുക്ക് റിലാക്സ് ചെയ്യാൻ ഒരു സമയമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വല്ല 2 മിനിറ്റ് ബിച്ചേട്ടൻ ഇങ്ങനെ ഇരിക്കും, ഞാൻ ഇങ്ങനെ പിന്നെ എനിക്ക് തോന്നുന്നു പൊതുവെ ഇറ്റ് ടേക്സ് ടൈം. എനിക്കും അത് ഇറ്റ് ടേക്സ് ടൈം. കയറി എന്ന് ഹലോ ഹൗ ആർ യു എന്ന് പറയുന്ന ഒരു ടൈപ്പ് അല്ല അദ്ദേഹം. അങ്ങനെ പക്ഷെ ഓൺ സ്ക്രീൻ നല്ല രസം എനിക്ക് തോന്നുന്നു. അപ്പം ബിജേടിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അനു. ശരിക്കും ഇങ്ങനെ തന്നെയാണോ ബിജേടി ഈ പറഞ്ഞ പോലെ തന്നെ? പക്ഷെ അത് നമ്മള് ആമ്പിള്ളേരുടെ അടുത്തൊക്കെ ബിജേട്ടും കുറെ കൂടെ ഫ്രണ്ട്ലിയാണ്. ഞാൻ അയ്യപ്പനും കോശിയുടെ ലൊക്കേഷനിൽ ആദ്യം കാണുമ്പോൾ ഒരുപാട് നാളത്തെ പരിചയമുള്ള പോലെയാണ് നമ്മുടെ അടുത്തൊക്കെ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നതും പെട്ടെന്ന് ഫ്രണ്ട്ലി ആവുന്നതും ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊന്നും കൂടുന്നതും ഒക്കെ ഭയങ്കര എളുപ്പമായിരുന്നു. നമുക്ക് ആ ഒരു ഭയങ്കര സീനിയർ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഒരു പേടിയോ ഒന്നും തോന്നിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു ബിഹേവിയറും ഒക്കെയാണ്. അതുകൊണ്ട് ഭയങ്കര രസമാണ് ബിജുവിൻ്റെ വർക്ക് ചെയ്യാൻ. ഞാൻ വർക്ക് ചെയ്യുന്ന 3ാമത്തെ സിനിമയാണ്. വലിയ സന്തോഷം.